ബ്രസീലിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. സ്വാഭാവികമായിട്ടും സമീപകാലത്ത് പാകിസ്ഥാനുമായി ഉണ്ടായ സംഭവങ്ങളൊക്കെ തന്നെ ആ ഉച്ചകോടിയിൽ ചർച്ചാ വിഷയമാകുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം ഷാങ്ഹായ് ഉച്ചകോടിയിൽ പ്രതിരോധ മന്ത്രിമാരുടെ മീറ്റിങ്ങിൽ വെച്ച് ഇന്ത്യയുടെ പ്രതിഷേധം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അറിയിച്ചു. അപ്പം അവിടെയും റഷ്യയും ചൈനയും ഒക്കെ പങ്കെടുക്കുന്നതുകൊണ്ട് നമ്മുടെ നിലപാടുകൾ വ്യക്തമാക്കുകയും അക്കാര്യത്തിൽ വലിയ ചർച്ച നടക്കും. നടക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇത്തവണത്തെ ബ്രിക്സ് ചിലപ്പോൾ ഒരു നോണിമെൻ്റായിട്ട് മാറാനും സാധ്യതയുണ്ട്. ഒന്ന്, അതിൽ ഷീ ജിൻപിങ് പങ്കെടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് കാരണം ഈ ബ്രിക്സിൻ്റെ തുടക്കത്തിൽ ഒരു ഡിന്നറുണ്ട്. അത് ഏത് രാജ്യത്താണോ നടക്കുന്നത് അവരാണ് ആതിഥേയർ. പുറത്തുനിന്ന് വരുന്നവരിൽ ഏതെങ്കിലും ഒരാളിനെ അവർ ചീഫ് ഗസ്റ്റ് അഥവാ ഗസ്റ്റ് ഓഫ് ഓണർ എന്ന് തീരുമാനിക്കും. അത് ബൈ റൊട്ടേഷനാണ്. ഓരോ സ്ഥലത്ത് നടക്കുമ്പോൾ ഓരോ ആളായിരിക്കും. ഇത്തവണ അതിൽ നരേന്ദ്രമോദിയുടെ ഊഴമാണ്. ഇപ്പം ഗസ്റ്റ് ഓഫ് ഓണർ നരേന്ദ്രമോദി, ബാക്കിയുള്ളവരൊക്കെ ഗസ്റ്റാണ്. അവരെ അപമാനിക്കലൊന്നുമില്ല. ബട്ട് ഒരാളിനെ അതിൻ്റെ ചീഫ് ഗസ്റ്റ് എന്നുള്ള രീതിയിൽ വയ്ക്കും. ഇത്തവണ അത് മോദിയെ വെച്ചു ബ്രസീൽ. അത് ചൈനയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ചൈന അത് നേരിട്ട് പറഞ്ഞില്ല. വേറൊരു ചെറിയ മോർണിംഗ് സ്റ്റാർ എന്നൊരു പത്രം വഴിക്ക് ഇതായിരിക്കും കാരണം എന്ന് ആ പത്രത്തെ കൊണ്ട് റിപ്പോർട്ട് ചെയ്യിച്ചു. എന്തൊക്കെ പറഞ്ഞാലും മോദി ചീഫ് ഗസ്റ്റായിട്ടിരിക്കുമ്പോൾ ഷീ ജിൻപിങ്ങിൻ്റെ പ്രാധാന്യം കുറയുന്നു. അത് ഷീ ജിൻപിങ് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് പുള്ളി ഒരു ഡെപ്യൂട്ടി ആരോ വിട്ടിട്ട് പുള്ളി വരുന്നില്ല. നമ്മുടെ വ്ളാദിമിർ പുത്തിനും വരുന്നില്ല. പുത്തിൻ്റെ കേസ് ഭയങ്കര രസമാണ്. പുത്തിൻ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് വാർ ക്രിമിനൽ എന്ന് പ്രഖ്യാപിച്ച ആളാണ് പുത്തിൻ. നെതന്യാഹു അങ്ങനെയാണ്. അപ്പോൾ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിനെ എല്ലാവരും ഒന്നും അംഗീകരിക്കുന്നില്ല. എല്ലാ രാജ്യങ്ങളും അംഗീകരിക്കുന്നൊന്നുമില്ല. അംഗീകരിക്കുന്ന രാജ്യങ്ങളിൽ ഒരു കമ്മിറ്റിയുണ്ട്, ICC എന്ന് പറഞ്ഞിട്ട്. ഈ ICCയിലെ മെമ്പറാണ് ബ്രസീൽ. അപ്പോൾ ICCയിൽ അവരെല്ലാം കൂടെ എത്തിച്ചേർന്ന ഒരു രേഖയുണ്ട്. ആ രേഖ പ്രകാരം ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് കുറ്റവാളി എന്ന് വിധിച്ച ആരെങ്കിലും നിങ്ങളുടെ രാജ്യത്ത് വരികയാണെങ്കിൽ നിങ്ങൾ അയാളെ അറസ്റ്റ് ചെയ്യണം. ഇതാണ് ആ രേഖയിലെ വ്യവസ്ഥ. അപ്പോൾ ആരൊക്കെ ആ രേഖയിൽ ഒപ്പിട്ടിട്ടുണ്ടോ അവരെല്ലാം ഈ രേഖ ബാധകമാണ്. അപ്പോൾ അതിൻ്റെ ചട്ടമനുസരിച്ച് വ്ളാദിമിർ പുത്തിൻ ബ്രസീലിൽ കാലുകുത്തുകയാണെങ്കിൽ ബ്രസീലിന് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. മനസ്സുണ്ടായിട്ടില്ല. അവർ മറ്റേ കമ്മിറ്റിയിലെ മെമ്പറായതുകൊണ്ട്. അതൊരു ഓക്വേർഡ് സിറ്റുവേഷനാണ്. ബ്രസീലിനും അത് പ്രയാസമാണ്, പുത്തിനും അത് പ്രയാസമാണ്. മാത്രമല്ല പുത്തിൻ അറസ്റ്റിന് വഴുകുന്നതെന്നൊക്കെ പറഞ്ഞാൽ എന്താ ഇത്? അപ്പോൾ പുത്തിൻ വരുന്നില്ല, വരാൻ പറ്റില്ല. അതുകൊണ്ടാണ് വരാൻ ദേഷ്യം ഉണ്ടായിട്ടൊന്നുമല്ല, വരുന്നില്ല. അപ്പോൾ പ്രധാനപ്പെട്ട 2 പേര്, ബ്രിക്സിലെ വമ്പന്മാർ 2 പേര് ആബ്സെൻ്റാണ്. പിന്നെ ഉള്ളത് ബ്രസീൽ, ഇന്ത്യ, സൗത്ത് ആഫ്രിക്ക, പിന്നെ അഡീഷണലായിട്ട് അതിൽ ചേർന്ന് ഇറാൻ വരെയുള്ള ആൾക്കാർ, സൗദി അറേബ്യ അവർ മെമ്പറായി, പക്ഷേ അവർ കഴിഞ്ഞവണ്ണം വന്നില്ല. ഇങ്ങനെയൊക്കെ കാരണം അവരിങ്ങനെ സംശയിച്ച് നിൽക്കുകയാണ് ഇതുമായിട്ട് ചേരണോ വേണ്ടതെന്ന്. ദാറ്റ് ഈസ് ബിക്കോസ് ഈ അമേരിക്കയ്ക്ക് പ്രത്യേകിച്ച് ട്രംപിന് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഈ ബ്രിക്സ്. ബ്രിക്സ് ഡോളറിനെ തകർക്കാനുണ്ടാക്കിയ ഒരു സംഘടനയാണെന്ന് ട്രംപ് വിശ്വസിക്കുന്നു. അത് കുറച്ചൊക്കെ സത്യമാണ്. ഡോളറിനെ വെല്ലുവിളിക്കുക എന്നൊരു ഉദ്ദേശം ബ്രിക്സിൻ്റെ ഉള്ളിലുണ്ട്. ബ്രിക്സ് അന്ന് തന്നെ ട്രംപ് ഇങ്ങനെ ഉടക്കി കഴിഞ്ഞപ്പോൾ തന്നെ ബ്രിക്സ് എല്ലാവരും കൂടെ പറഞ്ഞ് ഞങ്ങൾക്ക് ആ ഉദ്ദേശമൊന്നുമില്ല, ഡോളറൈസേഷൻ ഞങ്ങളുടെ ഉദ്ദേശമേ അല്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും അതൊരു ഉദ്ദേശം തന്നെയാണ്. ഡോളറിൻ്റെ പ്രാമുഖ്യം വെച്ചിട്ടാണ് അമേരിക്കയ്ക്ക് ഇത്രയധികം പ്രാമുഖ്യം കിട്ടുന്നത്. ഡോളറാണ് ഇൻ്റർനാഷണൽ കറൻസി. അതുകൊണ്ടാണ് ഡോളർ അവർക്ക് മുൻപിൻ നോക്കാതെ അവരുടെ പ്രസ് ഓടിച്ചിട്ട് എത്ര ഡോളർ വേണമെങ്കിലും അടിക്കുക, ആരും ചോദിക്കാനില്ല. മറ്റുള്ളവർക്ക് അങ്ങനെ അടിക്കാൻ പറ്റില്ല. കാരണം ഡോളറിനാണ് വില ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ. അപ്പോൾ ഇത് ചോദ്യം ചെയ്യണമെന്ന് പണ്ട് മുതലേ രാജ്യങ്ങൾക്കുണ്ട്. ഈ ഏർപ്പാട് ശരിയല്ല, ഇവരുടെ കറൻസി ഏറ്റവും വലിയ കറൻസി, ഇവരുടെ കറൻസിയിൽ എല്ലാ ട്രേഡും നടക്കുന്നു, അത് ശരിയല്ല. ഇപ്പം നമ്മളും റഷ്യയും തമ്മിൽ ഇപ്പോൾ റൂബിൾ ട്രേഡ് എത്രയോ വർഷമായി തുടങ്ങിയതാണ്.
നമ്മൾ രൂപ കൊടുത്താൽ അവർ വാങ്ങും, റൂബിൾ തന്നാൽ നമ്മൾ വാങ്ങും. അങ്ങനെ നമ്മളങ്ങ് തീരുമാനിച്ചു. അതായത് ഈ കറൻസിക്ക് ഒരു ഇമാജിനറി വാല്യൂ ആണല്ലോ. ഒരു കടലാസ് കഷ്ണം അതിൽ 500 രൂപ എന്ന് എഴുതിയിരിക്കുന്നു. അതിന് 500 രൂപ വാല്യൂ ഉണ്ടെന്ന് ഞാനും വിശ്വസിക്കുന്നു, സിനുജിയും വിശ്വസിക്കുന്നു. അതുകൊണ്ട് അത് 500 രൂപയാകുന്നു. എവിടെ വെച്ചാണോ ഞാനിതിനെ അംഗീകരിക്കുന്നില്ല അല്ലെങ്കിൽ സിനുജി അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു 500 രൂപയുടെ കഥ. അതിന് പിന്നെ വിലയില്ലാതെ ഒരു കടലാസ് മാത്രമേ. എല്ലാ കറൻസിയും ഈ ട്രസ്റ്റിൻ്റെ പുറത്താണ് നിലനിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ കറൻസി രൂപ, അതിൽ വിശ്വാസമുണ്ട് എന്ന് റഷ്യ പറയുന്നു. റഷ്യയുടെ റൂബിളിൽ വിശ്വാസമുണ്ട് എന്ന് നമ്മളും പറയുന്നു. അതോടെ നമ്മുടെ ട്രേഡ് റുപ്പി റൂബിൾ ട്രേഡായിട്ട് മാറുന്നു. ഇപ്പോൾ ഇടക്കാലത്ത് ചില്ലറ ഇല്ലാതായി കഴിഞ്ഞപ്പോൾ തൃശ്ശൂർ പാലക്കാട് ഭാഗത്ത് അവർ ചെയ്തത്, പ്രത്യേകിച്ച് പ്രൈവറ്റ് ബസ്സുകാർ ഹോട്ടലുകാരൊക്കെ 10 പൈസ 20 പൈസ 25 പൈസയുടെയൊക്കെ കൂപ്പൺ അടിച്ചു. വിച്ച് ഈസ് അക്സെപ്റ്റബിൾ ഇൻ തൃശ്ശൂർ ആൻഡ് പാലക്കാട്, 2 ജില്ലകളിൽ. പ്രൈവറ്റ് ബസ്സിൽ കയറി കഴിഞ്ഞാൽ 60 പൈസയാണ് ടിക്കറ്റെങ്കിൽ ഈ 60 പൈസയുടെ കൂപ്പൺ അവർക്ക് കൊടുത്താൽ മതി. പൈസ കൊടുക്കണ്ട, ഈ കൂപ്പൺ കൊടുത്താൽ അവരെടുക്കും. അവർക്ക് ഈ കൂപ്പൺ അക്സെപ്റ്റബിളാണ്, നമുക്കും ഈ കൂപ്പണിൽ വിശ്വാസമുണ്ടെങ്കിൽ കൂപ്പൺ കറൻസി ആയിട്ട് മാറും. ഇതാണ് ചെയ്തത്. അപ്പോൾ അന്ന് വലിയ ബഹളമൊക്കെ ഉണ്ടായി. അവർ പറയും ചില്ലറയില്ല, ഞങ്ങൾ എന്ത് ചെയ്യാൻ, സർക്കാർ ചില്ലറ അടിച്ച് തരുന്നില്ല, അതുകൊണ്ട് ഞങ്ങളങ്ങ് ചില്ലറയ്ക്ക് പകരം ഈ കൂപ്പൺ അങ്ങ് എക്സ്ചേഞ്ച് ചെയ്യുന്നു. അതും പോട്ടെ, മിഠായി എക്സ്ചേഞ്ച് ചെയ്യുന്നു. 2 രൂപ ബാക്കി തരാൻ അയാൾ ഭരണിക്കകത്ത് കൈ ഇട്ടിട്ട് 2 ചെറിയ മിഠായി നമുക്ക് തരുന്നു. മിഠായി ബിക്കംസ് കറൻസി. അപ്പോൾ ഈ സാധനം ഇതെപ്പോഴാണ് ഈ ഡോളറിനെ കയറി പിടിക്കുന്നതെന്ന് ട്രംപിനൊരു പേടിയുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ മറ്റെല്ലാ രാജ്യങ്ങളും കൂടെ ചേർന്നിട്ട് കൊണ്ടുപോടാൻ നിൻ്റെ ഡോളറിനെ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പണ്ടൊരിക്കലും അമേരിക്ക ചെയ്തതാണ് കേട്ടോ. ഈ ക്യൂബയിൽ ആണവ മിസൈൽ കൊണ്ടുപയോഗിച്ചു റഷ്യ. കോൾഡ് വാർ നിലനിൽക്കുന്ന കാലത്താണ്, കെന്നഡിയുടെ കാലത്തോ മറ്റുമാണ്. അപ്പോൾ കെന്നഡി അത് എടുത്ത് മാറ്റണമെന്ന് പറഞ്ഞു. ഇവർ സമ്മതിച്ചില്ല. ഞങ്ങളുടെ സ്ഥലത്ത് ഞങ്ങളാണോ ഏതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താ. അപ്പോൾ അവിടുന്ന് ക്യൂബയിൽ നിന്ന് അമേരിക്കയിലെ കൊളറാഡോയിലേക്ക് 90 മൈലേ ഉള്ളൂ. ഇടയ്ക്ക് കടലുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ കൊളറാഡോക്കാർ ബഹളം വെച്ച് ഞങ്ങൾക്ക് കിടന്ന് ഉറക്കം വരുന്നില്ല, അവന് ആണവായുധം കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു ക്യൂബയിൽ, എടുത്ത് കളയണം. അങ്ങനെ ഫൈനലി റഷ്യ, അത് വലിയ നാടകീയം, വലിയ ഇൻ്റർനാഷണൽ പ്രശ്നമായതാണ്. ഒടുവിൽ റഷ്യ അതെടുത്ത് മാറ്റി. അതും പോരാഞ്ഞിട്ട് റഷ്യക്ക് ഗോതമ്പ് വേണമെന്ന് പറഞ്ഞപ്പോൾ അന്ന് അമേരിക്ക പറഞ്ഞു, ഡോളർ പോലും ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല, നിങ്ങൾ തരുന്ന ഡോളർ, സ്വർണം കിട്ടണം, സ്വർണം തന്നാൽ ഗോതമ്പ് തരാം. അങ്ങനെ സ്വർണം കൊടുത്ത് ഗോതമ്പ്, ഭക്ഷണം വേണമല്ല, സ്വർണം കൊടുത്ത് ഗോതമ്പ്. അങ്ങനെ കറൻസി ഇട്ടുള്ള കളി ചരിത്രത്തിൽ ഏറ്റവും വലിയൊരു കളിയാണ് കറൻസി ഇട്ടുള്ള കളി. ഇപ്പം നടക്കുന്ന കണ്ടില്ലേ, ബിറ്റ് കോയിൻ എന്ന് പറഞ്ഞിട്ട് അടിയിലൂടെ ആർക്കും അറിയാൻ മേലാത്ത എന്തോ ഒരു ട്രേഡൊക്കെ നടക്കും. അപ്പോൾ അത് ഒരു ഭീഷണിയാകുമെന്ന് ട്രംപിന് അറിയാം. അതുകൊണ്ട് ട്രംപ് ബ്രിക്സിനെ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കും, പുച്ഛിച്ചുകൊണ്ടിരിക്കും. ഏതായാലും ഇത്തവണ ഈ ചൈനയും റഷ്യയും പങ്കെടുത്തില്ലെങ്കിൽ പോലും പെഹൽഗാം ഒരു ഇഷ്യൂ ആയിട്ട് ഈ ബ്രിക്സ് സമ്മേളനത്തിൽ വരും. അതിനെ ചൊല്ലിയൊരു പ്രമേയം ഉണ്ടാകും. അതിനെ എതിർക്കാൻ വലുതായിട്ട് ആരും ഉണ്ടാവില്ല. അത് വി വിൽ ഗെറ്റ് അവേ വിത്ത് ദാറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ ഷാങ്ഹായ് ഉച്ചകോടി നടന്നപ്പോൾ ചൈന ഇന്ത്യയുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് അനുകൂലമായ നിലപാടെടുക്കാതെ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത് അവിടുത്തെ ഇപ്പം ബലൂചിസ്ഥാനിൽ അക്രമത്തെ വരെ അതിനകത്ത് പ്രമേയത്തിൽ ഉൾപ്പെടുത്തി. അങ്ങനെയാണെങ്കിൽ ഇവിടെയും ചൈനയൊന്നും സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു പ്രമേയത്തിലേക്ക് ബ്രസീലോ ചിലപ്പോൾ കടക്കാൻ സാധ്യതയുണ്ടോ? ചൈന ബ്രിക്സിൽ ഈ പ്രശ്നം ബഹളത്തിൽ കൊണ്ടുവരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റത് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ SCO ചൈനയ്ക്കൊരു അപ്പർ ഹാൻഡ് ഉണ്ട്. ഇവിടെ ബ്രിക്സിൽ അങ്ങനെയില്ല. അപ്പം അതുകൊണ്ട് എല്ലാ സ്ഥലത്തും പാകിസ്ഥാന് വേണ്ടിയിട്ട് കച്ചറയുണ്ടാക്കാൻ ചൈന തുനിയുമെന്ന് തോന്നുന്നില്ല. എന്തെങ്കിലും ഒരെണ്ണം അങ്ങ് വിട്ടുകൊടുത്ത് പോട്ടെ, അവരും ഒരു പ്രമേയം പാസ്സാക്കട്ടെ എന്ന് പറഞ്ഞ് പ്രമേയമല്ലേ പാസ്സാക്കുന്നുള്ളൂ. ചെയ്യാനുള്ളത് ചൈന ചെയ്യുന്നുണ്ട്. അവർ ക്ലിയറായിട്ട് പാകിസ്ഥാൻ്റെ കൂടെയാണ്.
പാകിസ്ഥാനെ സംരക്ഷിക്കുന്നത് അവരാണ്. പിന്നെ ഒരു പ്രമേയം ശരി ആയിക്കോട്ടെ എന്ന് വരും. നമ്മളില്ലാതെയും അവർക്ക് പ്രമേയം പാസ്സാക്കാം, അവരില്ലാതെ നമുക്കും പ്രമേയം പാസ്സാക്കാം. അവർ പറയും ഞങ്ങൾ ഒപ്പിടുന്നില്ല, തൻ്റെ ഒപ്പ് വേണ്ട ചേട്ടാ എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് പ്രമേയം പാസ്സാക്കാം. അപ്പോൾ US പറയില്ല ഞങ്ങളെ പേടിച്ചിട്ട് ബ്രിക്സ് ഇപ്പം പഴയ പോലെ ശക്തിയായിട്ട് മീറ്റിംഗ് ഒന്നും കൂടുന്നില്ല, റഷ്യയും ചൈനയൊന്നും വരുന്നില്ല. ഈ വാചകമടിയൊക്കെ എപ്പോഴും നടക്കുന്നു. അതിൽ കഥയൊന്നും ഞാൻ പറഞ്ഞിട്ടാണ്, എന്നെ പേടിച്ചിട്ടാണെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയാറുണ്ടല്ലോ, അതിൽ കാര്യമൊന്നുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.